സ്ഥലം കണ്ടു. ഓക്കെ പോയേക്കാം. നമസ്കാരം. യാത്രാ ടി വിയുടെ പ്രയാണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചാരികളുടെ ഇഷ്ടവിനോദ കേന്ദ്രമായി മാറിയ പുന്നയാർ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയാണിത്. സുഹൃത്ത് ജിബിനോടൊപ്പം ഞാൻ ശ്യാം തിരുവഞ്ചൂർ. ഇപ്പോൾ കാളിയാർ എസ്റ്റേറ്റിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇത്. ആലപ്പുഴ മധുര ദേശീയപാതയിൽ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു. റോഡിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇടുക്കിയിലെ പ്രധാന കൃഷികളിൽ ഒന്നായ കപ്പത്തോട്ടത്തിലൂടെ നടന്നു വേണം വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്താൻ. ചെറിയ ഒരു വ്യൂ പോയിന്റ്. പുന്നയാർ വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ച് അടുത്ത കാലത്ത് തുറന്നതാകാം ഇത്. താഴെ കാണുന്നതാണ് പുന്നയാർ വാട്ടർഫോളിൻ്റെ പാർക്കിംഗ് ഏരിയ. ചില ദിവസങ്ങളിൽ രാവിലെ കോട്ടപ്പാറയിലെ കോടമഞ്ഞിൻ മേഘങ്ങൾക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച പോലെ ഇവിടെ നിന്നാൽ കാണാമെന്ന് നാട്ടുകാരനായ ചേട്ടൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങൾ വാട്ടർഫോളിനടുത്തേക്ക് യാത്ര തുടരുകയാണ്. ഈ പാലത്തിന് സമീപം വണ്ടി പാർക്ക് ചെയ്തിട്ട് കാൽനടയായി വേണം വാട്ടർഫോളിനടുത്തേക്ക് എത്തുവാൻ. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ നിന്നും താഴേക്കാണ് പോകേണ്ടത്. നമ്മളങ്ങനെ വാട്ടർഫോളിനടുത്തെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആതിരപ്പള്ളിയോട് നമുക്കിതിന് സാദൃശ്യം തോന്നി. പെരിയാറിൻ്റെ കൈവഴികളിലൊന്നായ പുന്നയാറിലാണ് ഈ വെള്ളച്ചാട്ടം. ലോക്ക്ഡൗണിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വെള്ളച്ചാട്ടത്തെ പുറം ലോകം അറിയുന്നത്. ഇതിപ്പോൾ മിനി ആതിരപ്പള്ളി എന്നും ഇടുക്കിയുടെ ആതിരപ്പള്ളി എന്നും അറിയപ്പെട്ടു തുടങ്ങി.
അവധി ദിവസങ്ങളായതുകൊണ്ട് ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തെപ്പോലെ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പെരുമാറ്റം. ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. നീണ്ട കാലത്തെ ലോക്ക്ഡൗണിന് ശേഷം ലഭിച്ച ഈ മനോഹര സമയം ആസ്വദിക്കുകയാണ് ഇവിടെ എത്തിയ സഞ്ചാരികൾ. വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇടുക്കി. എന്നിരുന്നാലും പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേക സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ്. വെള്ളച്ചാട്ടവും അതിൻ്റെ മധ്യത്തായുള്ള മരത്തിൻ്റെ കാഴ്ചയും അതിമനോഹരമാണ്. അതുതന്നെയാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നത്. വെള്ളച്ചാട്ടത്തിനടുത്തായി തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പെരിയാർ ഉൾപ്പെടെയുള്ള താഴ്വാര പ്രദേശവും മലനിരകളും ഇവിടെ നിന്നാൽ കാണാം. ഇനി പുന്നയാർ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും നോക്കാം. പുന്നയാർ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാൻ തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറം കഞ്ഞിക്കുഴി വഴി 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. പുന്നയാർ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രധാന കാഴ്ചകൾ: റോക്കിൻ വ്യൂ പോയിന്റ്, മീനുളിയൻ പാറ, കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്, കല്ലാർകുട്ടി ഡാം, കോട്ടപ്പാറ വ്യൂ പോയിന്റ്. മാലിന്യം വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായി പ്രയാണത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.